ഗൂഗിളിൽ പോയിട്ട് സ്റ്റോൺ പെൽറ്റിംഗ് ഇൻ കാശ്മീർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വിക്കിപീഡിയ പേജ് കിട്ടും. അതെ, കല്ലെറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിക്കിപീഡിയ പേജ് ഉണ്ട്. കാരണം ജമ്മു കാശ്മീരിൽ അങ്ങനെയാണ് നടന്നിരുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാ എഴുതിയിട്ടുണ്ട്. 2004 മുതലാണ് ഈ കാശ്മീരിൽ ഇത്തരത്തിൽ കല്ലെറിഞ്ഞുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങുന്നത്. അതിനു മുമ്പും ഉണ്ടായിരുന്നു. അത് രൂക്ഷമാവുന്നത് 2008 കൂടിയാണ്. 2008 ശേഷം ഈ കല്ലെറിയുന്ന സംഭവങ്ങൾ റെഗുലർ ബേസിസിൽ ഈ കശ്മീർ വാലിയിൽ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഈ 2010-ലും അതുപോലെ 2016-ലും 2017 വരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ ആരാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലുള്ള ചെറുപ്പക്കാരായിരുന്നു. അതായത് കൂടുതൽ അവരാണ് തെരുവിലുണ്ടായിരുന്നത്. പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒടുവിൽ മിലിറ്ററിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പട്ടാളക്കാരെ ചുമ്മാ നടന്നു പോകുമ്പോൾ കല്ലെറിയുക, ഉപദ്രവിക്കുക, അവർ തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ. ഇനി അവരെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെ ഒരു വശത്ത് ആയുധം എടുത്തുകൊണ്ടുള്ള തീവ്രവാദം, മറുവശത്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയും ചെറുപ്പക്കാരെയും ഒക്കെ തെരുവിലിറക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുക. ഈ പൈസയൊക്കെ കൊടുത്താണ് കൂടുതലും ചെയ്യിപ്പിക്കുന്നതെന്ന് ആ സമയത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 500 രൂപ 250 രൂപയൊക്കെ ഡെയിലി ബേസിൽ കൊടുത്തിട്ട് തെരുവുകളിൽ യുവാക്കളെ ഇറക്കി നിർത്തിയിട്ട് ഈ മിലിറ്ററിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും കല്ലെറിയിപ്പിക്കുക, പെട്രോൾ ബോംബ് എറിയിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഒരു സമയത്ത് കശ്മീരിലെ സംഭവങ്ങൾ. എന്നാൽ 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീർ കുറെ കാലം നമുക്കറിയാവുന്ന പോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് രണ്ടായിട്ട് അതിനെ വിഭജിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു, ഫുള്ളായിട്ടും അവരുടെ കൺട്രോളിലായിരുന്നു. ഒരുപാട് ഡെവലപ്മെന്റ് ഈ കാലയളവിൽ നടന്നു. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ ഒമർ അബ്ദുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലുണ്ട്. ഈ സമയത്ത് അവിടെ ഒരു ഭീകരാക്രമണം നടക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീരിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. ഞാൻ ആ വീഡിയോ ക്ലിപ്പുകൾ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. പ്രേക്ഷകർ ഒരുപാട് പേര് കണ്ടു കാണും. നമ്മൾ യൂട്യൂബിൽ പോയിട്ട് കശ്മീരി പീപ്പിൾ റിയാക്ഷൻ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, കശ്മീരിലെ ജനങ്ങളുടെ റിയാക്ഷൻ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100 വീഡിയോ നമ്മുടെ റിപ്പോർട്ടർ ലൈവ് അടക്കമുള്ള ഒരുപാട് മാധ്യമങ്ങൾ 24 ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 370-ാം അനുച്ഛേദം മോദി സർക്കാർ എടുത്തു നീക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ അടക്കം നടന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ മോദി ഗവൺമെന്റിന് എതിരായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, അതിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും മോദി സർക്കാരിന് എതിരായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തത്. അന്ന് ഏതാനും ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ പറയുന്ന പോലെ അതിനെ അനുകൂലിച്ചു കൊണ്ടുണ്ടായിരുന്നത്. പിന്നെ സംഘപരിവാർ ആശയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ന്യൂസ് ചാനലുകളും. ബാക്കിയുള്ള മെജോറിറ്റി മാധ്യമങ്ങളും കേരളത്തിൽ വിശേഷിച്ച്, ഉത്തരേന്ത്യയിൽ അങ്ങനെ ആയിരുന്നില്ല, കേരളത്തിൽ അങ്ങനെയായിരുന്നു അവസ്ഥ. പക്ഷെ ഇന്ന് ഞാൻ 24 ന്യൂസിന്റെ അവതാരകനായിട്ടുള്ള ഹാഷ്മി അടക്കമുള്ളവർ, അദ്ദേഹം ഇപ്പോൾ കാശ്മീരിലാണ്, അദ്ദേഹം റിപ്പോർട്ടിങ്ങിനായിട്ട് അവിടെ പോയതാണ്. അദ്ദേഹം പോലും പറയുന്ന ഒരു കാര്യം, സംഘപരിവാറിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹം പോലും കാശ്മീരിലെ ജനങ്ങൾ എന്ത് പറയുന്നുവെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്, തീവ്രവാദം ഇല്ലാതാക്കണം, കശ്മീരിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, തീവ്രവാദം അവിടെ വേണ്ട എന്ന നിലപാടിലേക്ക് അവിടെ ആളുകൾ മാറിയിരിക്കുന്നു. ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഈ ടൂറിസ്റ്റുകൾ തിരിച്ചു പോവാണ്. ഭീകരാക്രമണത്തെ തുടർന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ, കേരളത്തിൽ നിന്ന്, നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും, നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന ടൂറിസ്റ്റുകളെടുത്ത് ഇവർ വണ്ടി നിർത്തിയിട്ട് വഴിയിൽ സ്ലോ ആയിട്ടാണല്ലോ മൂവ് ആവുന്നത്. അപ്പോൾ അവിടെ കശ്മീരികൾ അവരുടെ അടുത്ത് സോറി പറയണു വന്നിട്ട്, നിങ്ങൾ ക്ഷമിക്കണം, ആരും വരാതിരിക്കരുത് ഇനി ഇങ്ങോട്ട്, ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് ഈ സംഭവങ്ങളുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്ഷമ പറയുന്നു. ഈ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. സത്യത്തിൽ നമ്മുടെ കശ്മീർ ഒരു സ്വർഗം തന്നെയാണ്. അവിടെയുള്ള മനുഷ്യരും നല്ലവരായിരുന്നു. പക്ഷെ അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദ സംഘടനകളുമാണ്. അവരുടെ നിവൃത്തികേട് കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് ചെറുപ്പക്കാരുൾപ്പെടെ അവരുടെ വാക്കുകളിൽ വീണിട്ട് കശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞൊരു മിഥ്യാലോകത്ത് ജീവിച്ചു. എന്തു പറ്റിയ? അതുകൊണ്ട് ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങളെല്ലാമായിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഉറച്ചൊരു തീരുമാനമെടുത്തു. ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ട് മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ. അത് കാശ്മീരിലെന്നല്ല, ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് പണ്ടും ഹെൽമറ്റ് വയ്ക്കണമെന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. പക്ഷേ അതത്ര സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് ആരും വയ്ക്കില്ലായിരുന്നു. ഇപ്പൊ നിർബന്ധമായിട്ടും വെച്ചേ പറ്റൂന്ന് വന്നപ്പോൾ എല്ലാവരും വയ്ക്കും. അതുപോലെ കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം 370-ാം അനുച്ഛേദം എടുത്തു മാറ്റിയാൽ അവിടെ വികസനം വരും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചില്ല. അപ്പോൾ ഗവൺമെന്റിന് നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ടി വന്നു. ഗവൺമെന്റ് അത് നിർബന്ധമായിട്ട് ചെയ്തു. അവർക്കൊക്കെ അത് അസ്വസ്ഥത തോന്നി.
പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവിടെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, അവർക്ക് വരുമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മോദി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ കുറേ നാളായിട്ട് ഇവർ ഈ ഒരു ഒരു നല്ല രീതിയിലുള്ളൊരു ലൈഫ്, ഒരു ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ലൈഫ് ആസ്വദിക്കുകയും അതിലേക്ക് നല്ലൊരു ജീവിതം അവർക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ജീവിതവുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് തുടങ്ങി. ഇപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് സ്ത്രീകളും കുട്ടികളും അതുപോലെ അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ട് പാർക്കുകളിൽ പോവുക, സമയം ചെലവിടുക, കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക, സ്കൂളിൽ വിടുക, കോളേജിൽ വിടുക, കുട്ടികളെ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുക, അതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായിട്ട് മാറി. എന്ന് വെച്ചാൽ കാര്യങ്ങൾ നോർമലായി. പണ്ടത്തെ കാശ്മീർ അല്ല ഇപ്പോഴത്തെ കാശ്മീർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും സമാധാനത്തോടെ ജീവിക്കുന്ന തങ്ങളുടെ ജീവിതത്തെ വീണ്ടും നരകതുല്യമാക്കാനായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഭീകരവാദികൾ ചെയ്തത് എന്ന് കാശ്മീരിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും തോന്നുകയാണ്. അവരാണ് ഭീകരവാദികൾക്കെതിരായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്. എന്നേക്കുമായിട്ട് ഇത് അവസാനിപ്പിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് അവരിന്ന് മോദി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും വലിയ പ്രതിഷേധം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ജമ്മു കാശ്മീർ. കാശ്മീർ താഴ്വരയിലും ശ്രീനഗറിലും എല്ലാം നമുക്കിത് കാണാം, ഈ പ്രതിഷേധം. ഈ ഒരു സംഭവത്തോടു കൂടി സത്യത്തിൽ ഈ കശ്മീരിൽ ഭീകരവാദികളോട് അനുകമ്പ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. ഇവരുടെ കൂടി നിലനിൽപ്പ് അവതാളത്തിലായി. കാരണം ജനങ്ങൾ മുഴുവൻ ഇവർക്കെതിരായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നു ഒരു ഭീകരവാദ ബന്ധമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഭീകരവാദിയുടെ വീടിടിച്ച് നിരത്തുക എന്ന് പറയുന്നത് കശ്മീരിലെ ഒരു ഗവൺമെന്റിന് ആലോചിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുമായിരുന്നില്ല. ജനങ്ങൾ മുഴുവൻ കൊണ്ട് ഇളകുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പറയാണ് ഇത് ഇടിച്ചു പൊട്ടിക്കണമെന്ന്. ആ ഉണ്ടായ മാറ്റം മനസ്സിലായോ? അതാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ആളായിരുന്നു നരേന്ദ്രമോദി. ഒരുപക്ഷെ കശ്മീരിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചതിൽ മോദിയുടെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മുടെ സൈന്യം കശ്മീരിലെ യുവാക്കളുമായിട്ട് തെരുവുകളിൽ കല്ലെറിഞ്ഞും അല്ലെങ്കിൽ പെല്ലറ്റുകൾ പൊട്ടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കേണ്ടി വന്നേനെ. ആ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാക്കിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണെന്ന സത്യം ഒരുപക്ഷെ രാജ്യത്തെ മോദി വിരുദ്ധർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. കശ്മീരിൽ നടന്ന ഈ ഒരു ഭീകരാക്രമണം കാരണം എന്താണ് ഇന്നത്തെ കാശ്മീരിലെ സ്ഥിതി എന്ന് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. കാശ്മീരികൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഹിന്ദുസ്ഥാനിയാണ്, ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കും, ഇവിടെ തന്നെ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മുടെ കേരളത്തിലെ ഒരു ഉയർന്ന ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹം പറയുന്നത് കശ്മീരിലെ 370 അനുച്ഛേദം എടുത്തു മാറ്റിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ജമ്മു കാശ്മീരിൽ പോയി നിന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കാശ്മീരിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ തിരിയും. ആ സ്ഥിതിയാണെന്ന് അവിടെ. കാരണം 370 അനുച്ഛേദം എടുത്തു മാറ്റിയത് നന്നായി എന്ന് കാശ്മീരികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോഴും ആ 2008 കാശ്മീരിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 കാശ്മീരും 2008 കാശ്മീരും തമ്മിൽ രാത്രിയും പകലും പോലെ വ്യത്യാസമുണ്ട്. ഒരുപാട് മാറിപ്പോയി കാശ്മീർ. ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്നറിയാമോ? ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അവിടെ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. പാകിസ്ഥാൻ ഷോക്കായിരിക്കുകയാണ്, ഭീകരവാദികൾ ഷോക്കായിരിക്കുകയാണ്. കാരണം ഭീകരാക്രമണത്തിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നത് കശ്മീരികളാണ്. പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ പറഞ്ഞു മറ്റേ ഏതോ ഒരു പൊളഞ്ഞു കിടക്കുന്ന ഞരമ്പാണ് കാശ്മീരികളെന്ന്. എന്നാൽ ആ കാശ്മീരികൾ തന്നെ പറയുകയാണ് പാകിസ്ഥാനെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തരൂ മോദിജി എന്ന്. ഇവന്മാരുടെ ഈ ശല്യം തീർത്തു തരൂ, ഞങ്ങൾ കാശ്മീരികൾക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതിയെന്ന്. ഇവിടെയാണ് അവരുടെ സകല പ്ലാനും ചീറ്റിപ്പോയത്. അതായത് കാശ്മീരിൽ ഇനി ആളെ കിട്ടില്ല പാകിസ്ഥാന്റെ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ മോദി ഗവൺമെന്റിന്റെ തീരുമാനം ഉചിതമായിരുന്നില്ലേ? പണ്ട് മോദിയെ വിമർശിച്ചവർ, കുറ്റപ്പെടുത്തിയവർ സത്യത്തിൽ നരേന്ദ്രമോദിയോട് ഇന്ന് മാപ്പ് പറയേണ്ടതാണ്. കാരണം അദ്ദേഹം എടുത്ത തീരുമാനം എത്ര ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.